ഹായ്, 2 ലെയർ വൈറ്റ് പേൾ ചെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആവശ്യമായ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ഞാൻ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കൊടുത്തേക്കാം. അപ്പം വൈറ്റ് ബീഡ്സ് കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റൽ വയർ 0.4 mm മെറ്റൽ വയർ എടുത്തിട്ടുണ്ട്, ഗോൾഡൻ. അതുപോലെ തന്നെ ഗോൾഡൻ ചെയിൻ എടുത്തിട്ടുണ്ട്. ഈ ചെയിൻ ഞാനത് കുറച്ച് പീസുകളായി കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പേൾസ് എത്ര ഡിസ്റ്റൻസിലാണ് നമുക്കത് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഞാൻ ആ ഡിസ്റ്റൻസിൽ ചെയിൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസ്റ്റൻസിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെറ്റൽ വയറും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഈ മെറ്റൽ വയർ ഉപയോഗിച്ചിട്ടാണ് ഈ ഓരോ ചെയിനും പേളും ലിങ്ക് ചെയ്ത് എടുക്കുന്നത്. അതുപോലെ ഗോൾഡൻ ജംപ് റിങ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ എസ് ഷേപ്പ് ബാക്ക് ഹുക്കും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേക്കിങ്ങിലേക്കായി ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ടൂൾസാണ് ഇതൊക്കെ. ഒരു പ്രസ്സിംഗ് പ്ലെയർ ഉണ്ട്, റൗണ്ട് നോസ് പ്ലെയർ ഉണ്ട്, കട്ടിംഗ് പ്ലെയർ ഉണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മേക്കിംഗ് എന്ന് നോക്കാം. നമ്മൾ ആദ്യം ഒരു മെറ്റൽ വയർ ഇത്രയും നീളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ മെറ്റൽ വയറിലോട്ട് നമ്മൾ ആ മുറിച്ച് വെച്ചിരിക്കുന്ന ചെയിൻസ് ഉണ്ടല്ലോ, അതിൽ ഒരു ചെയിൻ ഫസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കോർത്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു വൈറ്റ് പേൾ ഇട്ട് കൊടുക്കാം. ഇതാ ഇതുപോലെ ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുന്നു, കണ്ടോ? അതിനുശേഷം മറ്റൊരു ചെയിൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നു. ഇതാ ഈ രണ്ട് ചെയിൻസിനിടയ്ക്ക് ഇതുപോലെ ഈ വൈറ്റ് ബീഡ് നിൽക്കും. അതിനുശേഷം ശ്രദ്ധിക്കണം, ഈ മെറ്റൽ വയറിൻ്റെ ഒരറ്റം നമ്മൾ ഈ വൈറ്റ് ബീഡിനുള്ളിൽ കൂടെ കടത്തി മറുവശത്ത് എത്തിക്കണം. അതേപോലെ തന്നെ മറുവശത്തുള്ള അറ്റം വൈറ്റ് ബീഡിനുള്ളിൽ കൂടെ ഇപ്പുറത്തെ വശത്തേക്കും എത്തിക്കണം. കണ്ടോ? എന്നിട്ട് ഈ രണ്ടറ്റങ്ങൾ ഇതാ ഇതുപോലെ പിടിച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ടൈറ്റ് ചെയ്യാം. കൈകൊണ്ട് ടൈറ്റ് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ട് കാണും. കറക്റ്റായിട്ട് അതിങ്ങനെ ടൈറ്റായിട്ടങ്ങ് വരില്ല. അപ്പം നമുക്കിവിടെ നമ്മുടെ ടൂൾസ് ഉപയോഗിക്കാം. ഞാൻ ഒരു സൈഡ് പ്രസ്സിംഗ് പ്ലെയർ വെച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. മറുവശം ഞാൻ റൗണ്ട് നോസ് പ്ലെയർ വെച്ചും പ്രസ് ചെയ്ത് പിടിച്ചു. എന്നിട്ട് ഈ മെറ്റൽ വയർ ഞാൻ ഇരുവശത്തേക്കും ടൈറ്റ് ചെയ്തു. അങ്ങനെ ആ ചെയിൻസ് രണ്ടും ആ വൈറ്റ് ബീഡിനോട് ചേർന്ന് വന്നു. ആ രീതിയിൽ നമ്മളതിനെ വലിച്ച് നിർത്തണം. നമ്മൾ ഒത്തിരി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് പൊട്ടിപ്പോരും. അങ്ങനെ പൊട്ടിപ്പോരാൻ പാടില്ല. ഇതാ ഇതുപോലെ കണ്ടോ, ആ ചെയിന് കറക്റ്റായിട്ട് ആ ബീഡിനോട് ചേർന്ന് നിൽക്കണം. ഇനി നമ്മൾ ആ ചെയിൻ ജസ്റ്റ് ഇങ്ങനെ വലിച്ച് നോക്കിയിരുന്നത് പോരില്ല. അത് നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നോളും. ബാക്കി വന്ന് നിൽക്കുന്ന ഈ ഒരു എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്ന ആ മെറ്റൽ വയർ ഉണ്ടല്ലോ, ആ നമ്മൾ കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ആ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ആ വയർ നമ്മൾ മുറിച്ച് മാറ്റി. അപ്പോൾ മെറ്റൽ വയറിൻ്റെ ആ ടിപ്പ് ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ടെങ്കിൽ നമ്മളത് ജസ്റ്റ് ആ ചെയിനോട് ചേർത്ത് അമർത്തി പ്രസ് ചെയ്ത് വെച്ചേക്കണം. അടുത്ത ബീഡ്സ് സെറ്റ് ചെയ്യാൻ മറ്റൊരു മെറ്റൽ വയർ, മുറിച്ചെടുത്ത മെറ്റൽ വയർ എടുക്കുക. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെയിന് ഇതിലോട്ട് കോർത്തെടുക്കുക. അത് കഴിഞ്ഞ് ഒരു വൈറ്റ് ബീഡ് കോർക്കുക. അതിനുശേഷം
ഒരു മുറിച്ചെടുത്ത ചെയിൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മെറ്റൽ വയർ വൈറ്റ് ബീഡിനുള്ളിൽ കൂടി പരസ്പരം കോർത്തെടുക്കുക. അതിനുശേഷം അതിനെ ടൈറ്റ് ചെയ്ത് 2 ചെയിനും വൈറ്റ് ബീഡിനോട് ചേർത്ത് ടൈറ്റ് ചെയ്തെടുക്കുക. ഇതാ, അപ്പോൾ ഞാൻ അത് ചെയ്തെടുത്തിട്ടുണ്ട്. ചെയിൻ കറക്റ്റായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ മാല ചെയ്തെടുക്കുന്നത് 2 ലെയർ ആയിട്ടാണ്. അപ്പം 2 ലെയർ ആയിട്ട് മാല ചെയ്യാനായിട്ട് 2 വ്യത്യസ്ത ലെങ്ത്തിൽ ചെയിൻ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് ലെയറിന് ലെങ്ത് കുറഞ്ഞിട്ടും സെക്കൻഡ് ലെയറിന് ഒരല്പം ലെങ്ത് കൂട്ടിയുമാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ആദ്യത്തെ ലെയറിന് വേണ്ടിയിട്ടുള്ള നീളം കുറഞ്ഞ ചെയിനാണ്. ഇത് രണ്ടാമത്തെ ലെയറിനായിട്ട് ഒരല്പം നീളം കൂട്ടി ഞാൻ ചെയ്തെടുത്ത ചെയിനാണ്. ഇനി ഇത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് ജംറിംഗ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ജംറിംഗ് ഫസ്റ്റ് ലെയറിൻ്റെ അറ്റത്ത് ഇരുവശത്തുമായി കണക്ട് ചെയ്ത് സെക്കൻഡ് ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു, അതായത് ലോങ് ചെയിനിലേക്ക്. ഇവിടെ ഞാൻ ലോങ് ചെയിനിൻ്റെ ഫസ്റ്റ് ബീഡിൻ്റെയും ലാസ്റ്റ് ബീഡിൻ്റെയും തൊട്ട് മുമ്പിലുള്ള കണ്ണിയിലോട്ടാണ് ഈ ജംറിംഗ് ഞാൻ കണക്ട് ചെയ്യുന്നത്. ഇതാ, ഞാൻ ലെയർ ചെയിൻ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഹുക്ക് കണക്ട് ചെയ്യാം. അതിനായി ഒരു ജംറിങ്ങും എസ് ഷേപ്പ് ഹുക്കുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്ക് ഹുക്ക് നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പം മാല കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇയറിങ്സ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി വൈറ്റ് ബീഡ്സ് 4 എടുത്തിട്ടുണ്ട്. അതുപോലെ ഹെഡ് പിൻ, ഗോൾഡൻ ഹെഡ് പിൻ എടുത്തിട്ടുണ്ട് 4. 2 ഗോൾഡൻ ഇയർ ഹുക്സ് എടുത്തിട്ടുണ്ട്. ഇയറിങ്സിന് വേണ്ട നീളത്തിൽ ഗോൾഡൻ ചെയിൻ കട്ട് ചെയ്ത് 2 വ്യത്യസ്തമായ നീളത്തിൽ എടുത്തിട്ടുണ്ട്. ജെം റിങ്സ് എടുത്തിട്ടുണ്ട്. ഈ ഹെഡ് പിന്നും വൈറ്റ് ബീഡും വെച്ചിട്ട് നമുക്ക് ആദ്യം ഹാങ്ങിങ് ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം ഈ ഹാങ്ങിങ് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ചെയിനിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹാങ്ങിങ് ഉണ്ടാക്കേണ്ട വിധം ഇവിടെ വിശദമായി കാണിക്കുന്നുണ്ട്. ഈ ഹെഡ് പിന്നിലേക്ക് വൈറ്റ് ബീഡ്സ് ഇട്ടതിന് ശേഷം ഒരു 90 ഡിഗ്രി ആംഗിളിൽ ഈ ഹെഡ് പിന്നിനെ ഒന്ന് ബെൻഡ് ചെയ്യുക. അതിനുശേഷം തിരിച്ച് അതിനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം കറക്റ്റ് ഈ ഒരു ലെങ്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗം. അതിനുശേഷം റൗണ്ട് നോസ് പില്ലർ ഉപയോഗിച്ച് ഇതിനെ നന്നായി ഉള്ളിലേക്ക് റൗണ്ട് ഷേപ്പിൽ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഹാങ്ങിങ് പൂർത്തിയായി. നമുക്ക് ഈ ഹാങ്ങിങ് ഇപ്പം ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെയിൻ ആഡ് ചെയ്തതിന് ശേഷം മാത്രം ക്ലോസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ട് ലെങ്ത്തുള്ള ചെയിനിലേക്ക് ഞാൻ ഹാങ്ങിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജെം റിങ് ഉപയോഗിച്ച് ഇയർ ഹുക്സിലേക്ക് കണക്ട് ചെയ്യാം. ഇത് ജെം റിങ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം, അല്ലാതെ നമുക്ക് ഇയർ ഹുക്സിലേക്കും നമുക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. ഞാനിവിടെ 2 മെത്തേഡും കാണിക്കാം. ഇവിടെ ഞാൻ ജെം റിങ്സ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഈ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ രീതി ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് ഇയർ ഹുക്സിലേക്ക് തന്നെ കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ രീതിയാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ മാലയും ഇയറിങ്സും നമുക്ക് ഡിസ്പ്ലേയിൽ ഇട്ട് നോക്കാം.